ഹായ് ഹലോ. അപ്പോൾ നമുക്കിന്നില്ല അതിൻ്റെ ഫുഡ് റൂട്ടീൻ കണ്ടാലോ. അവനാൾ എണീറ്റ് പാടെ അങ്ങനെ കരച്ചിലൊന്നുമില്ല കേട്ടോ, എണീറ്റ് പോരും. പിന്നെ ഞാനും അവനും ഒരുമിച്ചാണ് എണീക്കൽ. ഫസ്റ്റ് ഞാൻ എണീറ്റാൽ തന്നെ കുറച്ച് സമയം കഴിഞ്ഞേക്ക് തന്നെ അവൻ എണീറ്റ് പോരും കേട്ടോ. പിന്നെ ഇപ്പോൾ റമദാനൊക്കെ അല്ലേ, അപ്പോൾ പിന്നെ നേരത്തെ എണീക്കൊന്നുമില്ല. അങ്ങനെ അവൻ്റെ രാവിലത്തെ ഫ്രഷപ്പൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വരിക. ഞാൻ അവന് രാവിലെ എണീറ്റ പാടെ കൊടുക്കുന്നത് ഫ്രൂട്ട്സാണ് കേട്ടോ. ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടാവും, അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോന്ന് കൊടുക്കും കേട്ടോ. ഇന്ന് ഞാൻ അവനക്ക് ബ്ലൂബെറിയും അതേപോലെ അനാറുമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് അവന് കഴിക്കുന്ന ടൈം കൊണ്ട് ഞാനൊരു ദോശ ചുട്ടുകൊടുക്കും കേട്ടോ. ഒറ്റ ദോശ അവന് കഴിക്കുള്ളൂ. അവന് ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാട്ടോ, അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിമ ഇരുന്നോളും. അത് ഫിനിഷായി. അപ്പോൾ പിന്നെ ദോശ കൊടുത്തു കേട്ടോ. ദോശ കണ്ടപാടെ എൻ്റെ മുഖത്തൊക്കെ എന്തൊക്കെയോ ചോദിക്കണം, അവൻ്റെ സംസാരമൊന്നും ശരിക്കൊന്നും മനസ്സിലാവണില്ല. അപ്പോൾ ദോശ ഞാൻ പാലിൽ മുക്കിയിട്ടാട്ടോ കൊടുക്കണേ രാവിലെ തന്നെ. എന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ ദോശ ഉണ്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ കുറുക്കുണ്ടാക്കി കൊടുക്കും, പൊടി ഉണ്ടാക്കി കൊടുക്കും, മറ്റേ ബനാന പൗഡറൊക്കെ ഉണ്ടല്ലോ, അതുപോലെ അമൃതം പൗഡർ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഓരോ ദിവസവും ഓരോ വെറൈറ്റീസ് ആയിട്ട് കൊടുക്കുക. എന്നും ഒരേപോലത്തെ ഫുഡ് കൊടുക്കലില്ല. ആദ്യം അവനക്ക് ബനാന തീരെ ഇഷ്ടമുണ്ടായില്ല കേട്ടോ. ഇപ്പോൾ അവന് ബനാന കഴിക്കും. അപ്പം നമ്മൾ എത്ര കഴിച്ചിട്ടില്ലെങ്കിലും അത് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ എപ്പോഴും അവരെ സ്വഭാവം മാറി കഴിക്കാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ അവനക്ക് വൈറ്റമിൻ കൊടുത്തു. ഇപ്പോൾ പിന്നെ വൈറ്റമിനൊക്കെ അവന് കൊടുത്താൽ കുടിക്കുക. ആദ്യത്തെ പോലെ ഒന്നുമല്ല, അവനിപ്പോൾ മനസ്സിലായി ഇതൊന്നും കുടിക്കണം എന്നുള്ളത്. അപ്പോൾ ശീലമായി കഴിഞ്ഞ കുട്ടികൾ അങ്ങനെ കുടിച്ചോളും. പിന്നെ കുറച്ച് നേരത്തെ അവൻ്റെ കളിയൊക്കെ കഴിഞ്ഞിട്ടാണ് 2 എഗ്ഗ് ബോയിൽ ചെയ്ത് വെച്ചിരുന്നു, അത് കൊടുത്തു. പിന്നെ അവൻ്റെ ലഞ്ച് പ്രിപ്പറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുക്കറിലാണ് അവനക്ക് ലഞ്ച് വെക്കൽ. ക്യാരറ്റ്, ബീട്രൂട്ട്, ബ്രോക്കോളി, അതുപോലെ കുറച്ച് ബട്ടർ ഇട്ടിട്ടോ അവനക്ക് ഞാൻ റൈസ് ഉണ്ടാക്കിയിട്ടില്ലേ. സഫ വന്നിട്ടാട്ടോ ഫുഡ് കൊടുക്കുന്നത്. അങ്ങനെ സഫ ഉണ്ടെന്നുണ്ടെങ്കിൽ സഫന് ഫുഡ് കൊടുക്കണ ആൾ. പക്ഷെ അത് കംപ്ലീറ്റ് കഴിച്ചിട്ടില്ല കേട്ടോ, കാരണം ലേറ്റ് ആയിട്ടാണല്ലോ എണീക്കണത്. അപ്പോൾ പിന്നെ ലഞ്ച് കഴിക്കാനുള്ള ഒരു ടൈം അവിടെ കിട്ടണില്ല. പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് നോമ്പ് തുറക്കണോണ്ട് സഫ കുറച്ച് കൊടുത്തുങ്ങാണ്ട് നിർത്തി. പിന്നെ നമ്മളിന്ന് പാനു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നോമ്പ് തുറക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവന് വന്നപാടെ ആ ഫ്രൂട്ട്സ് കണ്ടപ്പോൾ വാട്ടർമെലൻ ഭയങ്കര ഇഷ്ടമാണ്, അതെടുത്ത് കഴിക്കണം. അപ്പോൾ അപ്പോൾ ജ്യൂസൊക്കെ എടുത്ത് കൊടുത്ത്, പിന്നെ തരിക്കഞ്ഞൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കൊടുത്തിട്ടോ വേഗം. ലായ്ക്ക് പിന്നെ ഞാൻ ഒരു ഫുഡും തന്നെ നിർബന്ധിച്ച് കൊടുക്കലില്ല കേട്ടോ. അവന് ഇഷ്ടമുള്ളതാണെന്നുണ്ടെങ്കിൽ അവന് കഴിക്കും, ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അവന് കഴിക്കൂല. അതിപ്പോൾ ഇനി ചോറാണെങ്കിലും എന്താണെങ്കിലും അവൻ്റെ പാകത്തിന് കഴിച്ചു കഴിഞ്ഞാൽ അത് നിർത്തും കേട്ടോ. അവനിപ്പോൾ പഠിച്ചതാണ് ഈ ഹൈഫൈ കൊടുക്കാനൊക്കെ. അവൻ എവിടെ ചെന്നാലും ഇപ്പോൾ ആരെ കണ്ടാലും കാട്ടുന്നതാണ് ഈ ഹൈഫൈ. പിന്നെ നമ്മൾ നോമ്പൊക്കെ തുറന്ന് ഒരുപാട് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വെറൈറ്റി ആയിട്ട്. പിന്നെ നമ്മൾ കുറച്ചൊക്കെ കഴിച്ചു, കംപ്ലീറ്റ് കഴിക്കാനൊന്നും കഴിയില്ലല്ലോ. പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് കിട്ടിയതാണ് കുഞ്ഞിപ്പത്തിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിട്ട് കുഞ്ഞിപ്പത്തിലും ബീഫ് കറിയും. അത് കഴിക്കാനാണ് സ്പെഷ്യലായിട്ട് പോയത്. അതും കഴിച്ച് ചായയും കുടിച്ച് പിന്നെ നമ്മൾ ഡേ ടു ഡേയിൽ വന്നു കേട്ടോ. ഡേ ടു ഡേയിൽ വന്നത് അവനക്ക് ഡയപ്പറും കാര്യങ്ങളും അതുപോലെ കുറച്ച് ടോയ്സൊക്കെ വാങ്ങാണ്ടായിരുന്നു കേട്ടോ. ഡേ ടു ഡേയിൽ വന്നാൽ പിന്നെ കുറച്ച് ടോയ്സ് വാങ്ങുക മാത്രമല്ല, അവിടെയുള്ള ടോയ്സ് കൊണ്ട് കളിക്കും ചെയ്യാമല്ലോ. പിന്നെ എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ പർച്ചേസിങ്ങിനായിട്ട് ഡേ ടു ഡേയിൽ വന്നതാണ്. ശരിക്കും മക്കളെ ഈ 1.5 വയസ്സ് കാലമാണല്ലേ അടിപൊളി. കുട്ടികളെ എന്ത് ക്യൂട്ട്നെസ്സാണെന്ന് അറിയാം. പല പല ഭാവ വ്യത്യാസങ്ങളാണ്, പല എക്സ്പ്രഷനും കാര്യങ്ങളും കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അങ്ങനെ നമ്മൾ പർച്ചേസിങ് കഴിഞ്ഞ് വീട്ടിലെത്തിയ പാടെ അവൻ ഉറങ്ങിയിട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ അവൻ എണീറ്റത്. അങ്ങനെ അവൻ എണീറ്റ പാടെ നമ്മൾ ഫുഡ് കൊടുത്തു. ഉച്ചയ്ക്ക് ശരിക്കും ഫുഡ് കംപ്ലീറ്റ് കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ചോറിന് ബാക്കി ഉണ്ടായിരുന്നു, അതും പിന്നെ സാൽമന് ഫ്രൈ ചെയ്ത് കൊടുത്തിട്ട്. അവനക്ക് സാൽമന് ഭയങ്കര ഇഷ്ടമാണ്, അത് കംപ്ലീറ്റ് അവന് ഫിനിഷ് ആക്കിയിട്ടോ. അതിനുശേഷം ഞാൻ അവനക്ക് വെള്ളം കൊടുക്കും, ഫ്രീ ആയിട്ട് ഇരുത്തിയിട്ട് കുറച്ച് ടൈം വെള്ളം കൊടുക്കും. വെള്ളം കുടിക്കട്ടെ ചോദിച്ചിട്ട് കുറച്ച് ടൈം വെള്ളം കൊണ്ട് കളിക്കും, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം വെള്ളമൊക്കെ കുടിച്ചിട്ടേ കിടക്കുക. അങ്ങനെ നമ്മളെ ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ആയിട്ടോ. ഇതാണ് നമ്മളെ ഇന്നത്തെ റൂട്ടീൻ.